മിക്സിയിൽ പരിപ്പിട്ട് ഇതുപോലെ ചെയ്തെടുക്കാന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഒന്ന് കണ്ടു കിട്ടും. അപ്പൊ എങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. സംഗതി മിക്സിയിലേക്ക് ഇടുന്നതിന് മുമ്പ് ചട്ടിയിലേക്ക് പരിപ്പിട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ ഇട്ട് കൊടുത്ത പരിപ്പിന് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ലാട്ടാ, കുറച്ച് തോരപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് സംഗതി ഇതുപോലെ ചട്ടിയിലിട്ട് വറുത്തെടുക്കുക. അപ്പൊ സംഭവം അല്ല, നമ്മുടെ ഈ വറുത്ത പരിപ്പ് ഒരു പാത്രത്തിലേക്കാണ് മാറ്റി വെച്ചിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പൊ അടുത്തല്ല ഒരു കുക്കർ എടുത്ത് വയ്ക്കുക. കുക്കറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വറുത്ത പരിപ്പാണ്. അപ്പൊ തൊട്ട് പുറകെ തന്നെ കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടല്ല, 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. അപ്പൊ സംഗതി അടിപ്പനായിട്ട് അടപ്പാൻ അടിച്ചു വെച്ചിട്ടുണ്ടല്ല, 4 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കുക. 4 വിസിലായിട്ട് പോയി കഴിയുമ്പോൾ നമ്മുടെ കുക്കറോട് തുറന്നിട്ടുണ്ടെങ്കിൽ ഈ പരിപ്പ് നല്ല സൂപ്പർ ആയിട്ട് ബന്ധമുണ്ടാവും. ഇനിയുള്ള പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാർ എടുക്കുക. ഈ ജാറിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് മുഴുവൻ ഇതുപോലെ കൊട്ടിയിടുകയും ചെയ്യാം. അപ്പൊ നമ്മൾ വേവിച്ച പരിപ്പിന്നുണ്ടല്ല, കുറച്ച് വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാ. സംഗതി മൊത്തത്തിൽ വേണ്ട, പരിപ്പ് അരച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം മാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പൊ അടുത്തായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചെരുകി വെച്ചാൽ സംഗതി അതും കൂടി നമ്മുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ അടുത്തായിട്ട് ഒരു പാത്രം വയ്ക്കുക, കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. 2-3 പീസ് വറ്റൽമുളക് ഇതുപോലെ മുപ്പിച്ചെടുക്കാം. നമ്മൾ ഈ വറുത്തെടുത്ത് ഉണക്കമുളക് ഉണ്ടല്ല, നമ്മുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാൻ ചെയ്യാം. ലേശം മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പൊ സംഭവം ഉണ്ടല്ല, അടപ്പൻ അടിച്ചും വെച്ചിട്ട് പൂക്കുറ്റി സർവീസിൽ ഇതുപോലെ കറക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ അരഞ്ഞിട്ടുണ്ടാ. അപ്പൊ ഇനിയുള്ള പരിപാടി ശ്രദ്ധിച്ച് വേണോട്ടാ. നമ്മുടെ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ അരച്ചു വെച്ച മിക്സ് ആണ്. അപ്പൊ സംഭവം ഉണ്ടല്ലോ, ഇതുപോലെ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കാം. സംഭവം ഉണ്ടല്ലോ, ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനും മറക്കണ്ട. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടാണ് ഇളക്കി മറിച്ചിട്ട് ഇതാണ് മാറ്റി വയ്ക്കട്ടെ. അടുത്ത പരിപാടി നമ്മൾ കാണിച്ചു തരാം. അപ്പൊ അടുത്തായിട്ട് നമ്മൾ നേരത്തെ മുളക് മുമ്പിച്ച വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കുണ്ടല്ലോ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക, ഒരു നുള്ളു നല്ല ജീരകം കൊണ്ട് ഇട്ട് കൊടുക്കാം. അത് മാത്രമല്ല 2-3 പീസ് ഉണക്കമുളകും കരിവേപ്പിലും ചേർത്ത് സംഗതി അങ്ങോട്ട് പൊട്ടിച്ചെടുക്കാം. ഇതുപോലെ സൂപ്പർ ആയിട്ട് താളിച്ചുകൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെടിക്കിട്ട് ആയിട്ടുണ്ടാവും. ഇതുണ്ട് ഇതുപോലെ പതുക്കം തിളക്കുകയും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ചിട്ടുണ്ടല്ല, ചോറിന്റെ കൂടെ ഇതുപോലെ വാരി കൊഴിച്ചടിക്കാൻ സംഗതി വേറെ ലെവലിൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സംഭവം ഉണ്ടല്ല, വറുത്തരക്കാതെ തന്നെ വറുത്തരച്ച് അതേ ടേസ്റ്റ് കിട്ടുന്ന സംഭവം വേറെ ലെവൽ ഇട്ടാ, ഒന്നും പറയാനില്ല. അടിപൊളി കേട്ടോ, അടിപൊളി നോട്ടുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ചങ്കുകളും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ.